മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ എല്ലായിടത്തും. ഹെഡ് ഓഫീസ് വെസ്റ്റ്ഫോർഡ് റോഡ്, പൂങ്കുന്നം, തൃശൂർ. ട്രിനിറ്റി ഗോൾഡ്, കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി, തൃശൂർ, പാലക്കാട്, കൊച്ചി. ഇത് ലതിക പീസ് ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. നല്ല നമസ്കാരം. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരളത്തിൽ എല്ലായിടത്തും. ട്രിനിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ ജ്വല്ലറി. ആൻഡ് ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോൺ. പ്രിയപ്പെട്ട മാറ്റുലി പ്രേക്ഷകരെ, 9 വർഷം മുൻപ് ഞങ്ങൾ ചിത്രീകരിച്ച ഒരു വിഷയമുണ്ട്. ഇരിക്കുന്ന സ്ഥലം കണ്ടാൽ അറിയാം ഒരുപക്ഷെ ആ വിഷയത്തിൻ്റെ എന്തായിരിക്കുമെന്ന്. ആ 9 വർഷം മുൻപ് ചിത്രീകരിച്ച വിഷയത്തിൻ്റെ തുടക്കം മാത്രം ഒന്ന് കണ്ടിട്ട് തിരികെ വരാം. സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ പ്രതിവർഷം ബസ്സുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് സംഭവിക്കുന്നത്. 2000 ബസ് ഓടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1500 ബസ്സുകൾ മാത്രമേ നിരത്തിലിറങ്ങുന്നുള്ളൂ. ഓരോ വർഷവും 100 ബസ് അടക്കം 100ഓളം ബസ്സുകൾ നിരത്തിലിറങ്ങുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എവിടേക്ക് പോകുന്നു ഈ വാഹനങ്ങൾ? ആരും ചിന്തിക്കാത്ത, ആരും ചോദിക്കാത്ത ഒരു ചോദ്യം മാറ്റുലി ചോദിക്കുകയാണ്. ജില്ലയിലെ പ്രൈവറ്റ് ബസ്സുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? കണ്ടുവല്ലോ, വിഷയം അന്ന് ഞങ്ങൾ പറഞ്ഞു വെച്ചു. 2026 പാതിയിലെത്തി നിൽക്കുമ്പോൾ വിഷയം കുറച്ചുകൂടി രൂക്ഷമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രൈവറ്റ് ബസ് മേഖല കട്ടപ്പുറത്തേക്ക് ആകാൻ അധികം താമസമില്ല എന്നാണ് പൊതുവായി പറയുന്നത്. അതിനിടയിലാണ് സർക്കാരിൻ്റെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. വളരെ ആശങ്കയോടെയാണ് ഇതെല്ലാം പ്രൈവറ്റ് ബസ് മേഖല നോക്കിക്കാണുന്നത്. ഞങ്ങൾ ഇന്ന് ഈ വിഷയവുമായിട്ടാണ് ചർച്ചയ്ക്കിറങ്ങുന്നത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വകാര്യ ബസ് മേഖലയുടെ അവസ്ഥ ഇനിയുള്ള നാളുകൾ നിർണായകം തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സിലാണ്. ഏകദേശം പാലക്കാട് റൂട്ടാണ് കൂടുതലായിട്ട് ഈ KSRTCയിൽ സൗജന്യ യാത്ര വരുമ്പോൾ കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട് റൂട്ടാണ്. കാരണം ടൗൺ ടു ടൗൺ, അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ബസ് മേഖലയും KSRTCയും നല്ല രീതിയിൽ യാത്രക്കാർ അതിൽ യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ KSRTCയിൽ ഇങ്ങനെ യാത്ര തുടരുകയാണെങ്കിൽ അത് സ്വകാര്യ പ്രൈവറ്റ് ബസ് മേഖലയെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. 4 ബസ്സുകളുടെ ഉടമയാണ് ഇപ്പോൾ നമ്മളോട് കൂടെ നിൽക്കുന്നത്. ജോസേട്ടാ, നിലവിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ആവാനല്ലേ സാധ്യത? അതെ, ഇത് തന്നെയാണ് ശരിക്കുള്ള ഇത്. 32 വർഷമായി ബസ് സർവീസ് കൊണ്ട് നടക്കുന്നു. പക്ഷെ ഇതുപോലൊരു കാലാവസ്ഥ വന്നിട്ടില്ല. അതായത് ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ടൗൺ ടു ടൗണും ലിമിറ്റഡ് സ്റ്റോപ്പും ഓർഡിനറിയും ടൗൺ പോയിന്റ് ടു പോയിന്റ് വണ്ടികൾ ഓടുന്നത് തൃശ്ശൂർ പാലക്കാട് റൂട്ടിലാണ്. അതിലും കൂടുതൽ ഏറ്റവും വലിയ അടി വരുന്നത് ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂർ വടക്കഞ്ചേരി തൃശ്ശൂർ ഓടുന്നതാണ്. ഒരു വണ്ടിക്ക് 1140 രൂപ ഒരു ദിവസം ടോൾ അടയ്ക്കണം. എങ്കിലേ ഒരു ദിവസം ഒരു പ്രൈവറ്റ് ബസ്സിന് 1140 രൂപ അടച്ചാലാണ് നാലുചാല് വടക്കഞ്ചേരി തൃശ്ശൂർ ഓടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു മാസം 34,000 രൂപയോട് ഞങ്ങൾ ഒരു മാസം ടോളിന് വേണ്ടി മാത്രം കൊടുക്കുന്നുണ്ട്. ഇത് ഇത്ര സഹിച്ച് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഞങ്ങൾക്കൊരു ഒരു കണക്കിന് ഇത് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം. കാരണം ഞങ്ങളുടെ ടിക്കറ്റുകൾ മുഴുവൻ സ്ത്രീകളാണ് ആദ്യവും കയറുന്നത്, കുട്ടികളും. അത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ പോകും. ഇത് കാരണം ഞങ്ങളുടെ ജീവിതം തന്നെ ആകെ താറുമാറാവും. ഒരു വണ്ടീനെ ആശ്രയിച്ച് ഏതാണ്ട് 5 പേരോടും ആവറേജ് വണ്ടീനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതം ഇല്ലാണ്ടായിത്തീരും. ഇത് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ കൊലപാതകത്തിലേക്ക് എത്തിക്കുകയാണ്. ഞങ്ങൾ ആത്മഹത്യയിലേക്ക് എത്തിക്കുകയാണ്. പാലക്കാട് റൂട്ടിലോടുന്ന ടൗൺ ടു ടൗൺ ഓർഡിനറി ബസ്സുകൾ, ലിമിറ്റഡ് സ്റ്റോപ്പ് അല്ലേ? അതിൽ സൂപ്പർ ഫാസ്റ്റ് ഒഴികെ, ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റ് ഒഴികെയാണ് ഇപ്പൊ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സ്വകാര്യ മേഖലയിലെ എല്ലാ പ്രൈവറ്റ് ബസ്സുകളെ ബാധിക്കും. 60, 65 വണ്ടികൾ ഈ നിലയ്ക്ക് മാത്രം ഓടുന്ന ഓർഡിനറി വണ്ടികളുണ്ട്. 140 വണ്ടി തൃശ്ശൂർ പാലക്കാടും തൃശ്ശൂർ ഗോവിന്ദാപുരം തൃശ്ശൂർ കൊഴിഞ്ഞാമ്പാറയായിട്ട് ഓടുന്നുണ്ട്. അതിനെല്ലാം ബാധിക്കും. പീച്ച് ഡാം തൃശ്ശൂർ, അതുപോലെ തന്നെ എളനാട് തൃശ്ശൂർ,
ആയിട്ട് ഒരു 10-35 വണ്ടി അതുണ്ട്. ഇതൊക്കെ ഈ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കണ ഈ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ബാധിക്കണ ഈ റൂട്ടാണ്, ഈ പാലക്കാട് റൂട്ടാണ്. ഞങ്ങൾക്ക് ഡീസൽ ചെലവും കൂടെ വരുമ്പോൾ ഇത് യോജിച്ചു പോകും ഞങ്ങൾക്ക് പറ്റില്ല. ഇതിപ്പോ ഞങ്ങൾ ഓടി ഇത് പറ്റാൻ ഞങ്ങൾ കയറ്റിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഒരു രക്ഷയും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം 90 ലിറ്റർ 85 ലിറ്റർ 90 ലിറ്റർ ഡീസൽ അടിക്കണം ഒരു ദിവസം ഓടണമെങ്കിൽ. അതിന്റെ കൂടെ പണിക്കാരുടെ ശമ്പളം കൊടുക്കണം, ഈ ടോൾ അടയ്ക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വല്ലതും കിട്ടാനേ ഉള്ളൂ, വണ്ടിയുടെ മെയിൻ്റനൻസ് കിട്ടണം. ഇപ്പൊ ഒരു 2 മാസമായിട്ട് വണ്ടിയുടെ മെയിൻ്റനൻസിന് ഒന്നും കിട്ടണില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടാണ് വണ്ടികൾ ഓടണത്. ടോൾ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 100 രൂപ കിട്ടും, അല്ലെങ്കിൽ 200 രൂപ കിട്ടും. ഇതാണ് ഇപ്പോഴത്തെ. ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്, ഇത് നിന്ന് പോകുമോ? അത് നിൽക്കും, വണ്ടി ബസ് അടിച്ച് നിൽക്കും. അത് അധികം താമസിക്കാതെ ഈ നട തുടർന്നാൽ 1 മാസം പോലും ഓടില്ല വണ്ടികൾ, തന്നെ നിന്ന് പോകും. അത്രത്തോളം കേട്ടിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ. പക്ഷെ കാണുമ്പോൾ എല്ലാം പോളിസി ഉണ്ട്, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇത്. ഇത്രയും ആൾ അധ്വാനിച്ച് ഈ വീട്ടിൽ വന്നു, ഇനി വേറൊരു വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരെ കാര്യം അധോഗതിയായി. ജോലിക്കാർക്ക് ജോലി ഉണ്ടാവില്ല, ബസ് സർവീസ് നടക്കില്ല, ഉടമസ്ഥനും ഒന്നും ഇല്ലാണ്ടാവും. അവർക്ക് നഷ്ടത്തിനകത്ത് ആൾ കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇത് കുറച്ച് ഡീസൽ അടിക്കുക, 100 ലിറ്റർ താഴെ ഡീസൽ അടിക്കുന്ന വണ്ടികളാണ് ഈ വണ്ടികളൊക്കെ. 85, 90, 92 കൊണ്ടടിക്കുന്ന വണ്ടികളാണ് ഈ ലൈനിൽ അധികം ഓടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ ഒരിക്കലും പറ്റില്ല. ടോളില്ലാത്തവരെ ഗതി ഇതാണെങ്കിൽ ടോളുള്ളവരെ ഗതി ആലോചിച്ചുകൂടെ? തീർച്ചയായിട്ടും. അപ്പോൾ അത് അങ്ങനെ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒരു സർക്കാർ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുതിയ സർക്കാർ വന്ന് ഞങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്ന്. ഇതിപ്പോൾ അതിൽ വലിയൊരു ഇതിലേക്കാണ് വന്നു പറഞ്ഞത്. പാലക്കാട് റൂട്ടിലോടുന്ന ബസ്സുകളുടെ അതിലെ ജീവനക്കാരാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതം ഇനിയുള്ള നാളുകൾ അത്ര ശോഭനമായി തീരാനുള്ള സാധ്യത ഇല്ലെന്നാണ് പൊതുവേ ഉള്ളത്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? സ്ത്രീകളാണ് 70% യാത്ര ചെയ്യുന്നത്. അവർ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരെയൊക്കെ കയറ്റിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ ചെയ്യുക, സാധനങ്ങൾ വില, റോഡിൻ്റെ അവസ്ഥ വളരെ മോശം. ഈ കുണ്ടും കുഴിയും ചാടിച്ചിട്ടാണ് നമ്മൾ എത്തുന്നത്. മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ പണിയൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിലെ എത്ര വർഷമായി ചേട്ടൻ? അപ്പോൾ മറ്റൊരു തൊഴിലിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഇതിൽ തന്നെ ആയിരുന്നില്ല. പിന്നെ കൊറോണ കാലത്ത് കുറച്ച് മാറിപ്പോയെന്ന് മാത്രം. ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഈ വണ്ടി തന്നെയായിരുന്നു, പ്രൈവറ്റ് വണ്ടി തന്നെയായിരുന്നു. എങ്ങനെയാണ് ചേട്ടാ അവസ്ഥ? 70% സ്ത്രീകളാണ് യാത്ര ചെയ്യാനുള്ളത്. അപ്പോൾ അവരും കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലിനെ നന്നായിട്ട് ബാധിക്കും. 8-9 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ തൊഴിൽ. മനസ്സിലാണുള്ളൂ, വേറെ ഒന്നും പറയാൻ. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് എത്ര സമയത്തിന്റെ വ്യത്യാസമുണ്ട് ഈ KSRTCയും പ്രൈവറ്റ് ബസ്സും തമ്മിൽ പാലക്കാട് റൂട്ട്? അതും പ്രൈവറ്റും തമ്മിൽ സമയങ്ങൾ വലിയ വ്യത്യാസമല്ല. അവർ തോന്നുമ്പോൾ വരികയാണ്. KSRTC തോന്നുമ്പോൾ വരും. അവർക്ക് ഈ തൃശ്ശൂർ പാലക്കാട് മാത്രം ഇതുവരെയായിട്ട് അവരൊരു സമയമോ കാര്യങ്ങളോ ഏകീകരിച്ച് ക്രമീകരിച്ചില്ലെങ്കിൽ പ്രൈവറ്റ് വണ്ടി ഒരു സമയത്ത് മറ്റുള്ളവർക്ക് ഇത്ര സമയം കൊണ്ട് ബാക്കിയുള്ള എല്ലാ റൂട്ടുകളിലും സമയങ്ങൾ ക്രമീകരിച്ച് ഇത്ര മണിക്ക് 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് അവരുടെ വണ്ടികൾ പോകാം. ഇത് തൃശ്ശൂർ പാലക്കാട് പറഞ്ഞാൽ അങ്ങനെയല്ല. ഏത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് വണ്ടി എടുത്ത് വരാം. തൃശ്ശൂർ പാലക്കാട്, ഇനിയിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ആയിക്കോട്ടെ, തിരുവനന്തപുരം വണ്ടി ആയിരിക്കും. വരിവരിയായിട്ട് അവർ വന്നുകൊണ്ടിരിക്കും. തൃശ്ശൂർ TT വരും, ഫാസ്റ്റ് വരും. അവർക്ക് ഏത് വണ്ടി വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബോർഡ് എടുത്ത് വെച്ചാൽ അവർക്ക് വരാം. അപ്പോൾ തൃശ്ശൂർ ഗോവിന്ദാരം വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെറുതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് നിങ്ങൾ ഈ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കാലത്ത് വടക്കഞ്ചേരി ഡിപ്പോ എന്നുള്ള വണ്ടികൾ കുറേ എണ്ണം ഗോവിന്ദാരത്തേക്ക് പോകുന്നുണ്ട്. അതിൽ ഒരു വണ്ടിയിൽ ഒരാളിനെങ്കിലും കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ കേൾക്കാം. കാരണം ആ വണ്ടിയിൽ കാലി വണ്ടി അങ്ങോട്ട് പോകും. അവിടെ നിങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ഇതിൽ പോയാൽ തന്നെ വീണ്ടും ഇതിന്റെ അടിയിൽ പ്രൈവറ്റിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ പൊള്ളാച്ചിക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. പൊള്ളാച്ചിക്ക് ഓടി അവിടെ വളന്തായ മരത്തിന്റെ അവിടെ വെച്ചിട്ട് അവരുടെ വണ്ടിനെ അവിടെ തമിഴ്നാട് ഗവൺമെന്റ് വണ്ടി തടുത്തിട്ട് ഇത് KSRTC ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് വണ്ടി കട്ടപ്പുറത്താവുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ്. പിന്നെ ഞങ്ങളെ പോലുള്ള തൊഴിലാളികൾ കുറെ പേരുണ്ട്. ഇവർക്കൊക്കെ ഇത് എങ്ങനെ ജീവിക്കുന്നുണ്ട്. ഈ കൊറോണ സമയത്ത് തന്നെ ഈ പറഞ്ഞ ഒരാളും സഹായിച്ചിട്ടില്ല. ഈ കൊറോണ സമയത്ത് ഈ പറഞ്ഞ പോലെ വണ്ടിക്കാരാണ് നമ്മൾ ഈ വണ്ടി ഓടിയിട്ട് തന്നെ നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു അത്രയും കാലം വരെ. 10-30 കൊല്ലം ഈ വണ്ടി പണിയെടുക്കാൻ തുടങ്ങി തൃശ്ശൂർ പാലക്കാട്. ഈ കണ്ട കാലം പറ്റി നമ്മൾ ഈ വണ്ടി പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കട്ടപ്പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല. ഈ പറഞ്ഞ നമ്മൾ വല്ല ലോറിയിലോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടും പ്രതിസന്ധിയിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ ഒരുപാട് പേരുണ്ടല്ലേ. പിന്നെ ഈ ഡ്രൈവർമാരില്ലാണ്ട് ഒരു കാര്യമില്ല. ഡ്രൈവർ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. ഈ ഡ്രൈവർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നോട്ട് ഈ ഇന്ത്യയിൽ തന്നെ ഫുള്ള് എവിടെ പോയി കഴിഞ്ഞാൽ ഇതൊരു തൊഴിലാണ്. പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ ഏകദേശം എത്ര ബസ്സുകൾ ഓടുന്നുണ്ട്? 100 ബസ് ഓടിക്കൊണ്ടിരുന്നതാണ്. ഒരു ബസ്സിൽ ശരാശരി എത്ര ജീവനക്കാരുണ്ടാവും നിങ്ങൾ? എന്തായാലും അതിലൊരു 4 പേര് വേണമല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 15 ദിവസം നമ്മളിപ്പോ 365 ദിവസം നമുക്ക് പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് കാരണം ഒരു വണ്ടിക്ക് മറ്റൊരു വണ്ടി മാറുമ്പോൾ 2 പേരെങ്കിലും വേണം. ഇനിയിപ്പോ മറ്റുള്ളവർ ഒരു മുതലാളിക്ക് 2 വണ്ടി 3 വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ
നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ചിലപ്പോൾ ഒരു പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. എന്നല്ലെങ്കിൽ ഒരു പണിക്കാരന് തൊഴിലാളികൾക്ക് ഒരു പണി വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചിലവരിപ്പോൾ എത്ര ദിവസം വരെ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റും? 10 ദിവസം വീട്ടിലിരിക്കുക. 10 ദിവസം ഇരിക്കുമ്പോഴേക്കും നമ്മൾ ഇന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നാളെ പിറ്റേ ദിവസം കടം മേടിക്കണം, അല്ലെ മറ്റുള്ളവരിപ്പോൾ ഒരു പലിശയ്ക്ക് മേടിക്കണം. അപ്പോൾ എന്തായാലും ഇപ്പം മുതലാളിമാരൊന്നും തരില്ല. നമ്മൾ തന്നെ കൊണ്ട് നമ്മൾ കിട്ടുന്ന കാശ് അന്ന് നാൾ ചെലവാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം ഇക്കണ്ട കാലമായിട്ട് എല്ലാ പണി മേഖലയിലും തൊഴിലാളികൾക്കൊക്കെ വേതനങ്ങൾ കൂടിയിട്ടുണ്ട്. നമ്മുടെ ഈ പണിയിൽ ഇപ്പം ഈ കണ്ടക്ടർമാരോട് ചോദിച്ചു നോക്കിയാൽ അന്നും ഇന്ന് ഒരേ ശമ്പളം തന്നെ, 1 രൂപ പോലും അവർ കൂട്ടിയിട്ടുമില്ല, നമുക്ക് തന്നിട്ടുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് എന്നിട്ട് തന്നെ നമ്മൾ വരുമ്പോൾ നമുക്കിത് വേണം എന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് പാസഞ്ചർ ഗൈഡിനോടൊപ്പമാണ് നമ്മൾ ചേരുന്നത്. എന്താ പേര്? അഖിൽ. ഇപ്പൊ എത്ര നാളായി ഈ രംഗത്ത്? ഞാൻ ഈ മേഖലയിൽ 2 വർഷമായി. 2 വർഷമായി. നിലവില് ഇവിടെ വരുന്ന യാത്രക്കാർക്ക് സൗകര്യവും ഒക്കെ ചെയ്തു കൊടുക്കുകയാണ് ഞങ്ങളുടെ ജോലി. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, പുതിയ സർക്കാരിന്റെ നയം ഈ ഒരു മേഖലയിൽ ഇത്ര നാൾ നിൽക്കുന്ന എന്ന രീതിയിൽ എങ്ങനെ നോക്കി കാണുന്നു? ഈ മേഖല ഒരിക്കലും ഇനി നിലനിന്ന് പോവില്ല. ഞങ്ങളുടെ കാര്യം മാത്രമല്ല, ഇതിന്റെ തൊഴിലാളികളുടെ കാര്യങ്ങൾ ആദ്യമേ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഈ പണിക്ക് ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന അത്ര എണ്ണം നിലവിലില്ല. ഇപ്പോ വണ്ടികൾ പെർമിറ്റുകളില്ല, അതന്നെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ ഇപ്പൊ ഈ ഒരു നിയമം കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓടുന്ന വണ്ടികളിൽ നിന്നും ഗണ്യമായൊരു ഇത് കുറവ് സംഭവിക്കും. അപ്പൊ ഞങ്ങളുടെ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു ഇതായിരിക്കും ഞങ്ങൾക്ക് തന്നെ സംഭവിക്കുക. തൊഴിലാളികൾ എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു 100 തൊഴിലാളികളെങ്കിലും നിലവിൽ ഇത് വന്ന അന്ന് മുതലേ തന്നെ ജോലിയില്ലാതായി പോവും. ഭാവിയിലേക്ക് അത് വന്ന് ഒരാഴ്ച 1 മാസം കഴിയുന്നതോടുകൂടി ഈ മേഖല വളരെ ഇതിലേക്ക് വീണു പോകുന്ന പുനഃപരിശോധന വേണമെന്നാണോ പറയുന്നത്? അത് തീർച്ചയായിട്ടും. വെറുതെ ഒരു വോട്ട് ബാങ്കിന് വേണ്ടി അന്ന് സംസാരിച്ച പോലെ ഇത് കൊണ്ട് നടക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് ആ മേഖല പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. ഗവൺമെന്റിന് KSRTC എന്ന് പറഞ്ഞ പ്രസ്ഥാനം പോലും മുന്നോട്ട് കൊണ്ട് നടക്കാൻ പറ്റില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പ്രൈവറ്റ് മേഖലനെ തകർക്കാൻ കൂടി എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു വാക്കിന്റെ പുറത്ത് പറഞ്ഞു അത് ചെയ്യാൻ പറ്റില്ല. ഈ ആളുകളുടെ എണ്ണത്തിലൊക്കെ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ടോ? പറഞ്ഞല്ലോ, ആദ്യം ഉണ്ടായിരുന്ന അത്ര എണ്ണപ്പില്ല, എണ്ണങ്ങൾ കുറഞ്ഞു വന്നു. 100 പെർമിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ആ റൂട്ടിൽ 80 പെർമിറ്റ് ഉള്ളൂ, സറണ്ടർ ആയി പോയതോട്. ഈ ഒരു നിയമം വന്നാൽ ഓൾറെഡി ഇതിങ്ങനെ കുറഞ്ഞു വരും. ആ മേഖലയിൽ ഒരിക്കലും KSRTC ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. 2 മേഖലയും തകർക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഈ മേഖല നിശ്ചലമാകുമെന്നാണ് എല്ലാവരും പറയുന്നത്. എത്ര ബസ് ഉണ്ട് ഈ മേഖലയിൽ? ഇപ്പം ഞാൻ മീനാക്ഷിപുരം തൃശ്ശൂർ ബസ്സിന്റെ ദീർഘദൂര യാത്ര ചെയ്യുന്ന ബസ്സിന്റെ ഉടമയാണ്. ബാധിക്കുമോ? സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ബാധിക്കും. കാരണം ഈ ലോക്കൽ ഓർഡിനറി ബസ്സുകളാണ് ഞങ്ങളുടെ ഒപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബസ്സുകളിലൊക്കെ സ്ത്രീകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീ, അതായത് ചാർജ് ഇല്ല എന്ന് പറയുമ്പോൾ അതിലേക്ക് യാത്ര ചെയ്യാൻ മാറും. ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾക്ക് 70% യാത്രക്കാരും സ്ത്രീകളാണ്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക് അതിലേക്ക് മാറുമ്പോൾ ആ റൂട്ടിൽ കൂടുതൽ KSRTC ഉണ്ടോ? ഉണ്ട്. അതായത് തത്തമംഗലം, കൊടുവായൂർ, കൊഴിഞ്ഞാമ്പാറ, മീനാക്ഷിപുരം, പൊള്ളാച്ചിയിലേക്കുള്ള വണ്ടികളൊക്കെ ആ റൂട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾക്കത് നന്നായിട്ട് ബാധിക്കും. ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടായിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ സർക്കാർ ഇതിന് ആലോചിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ പാക്കേജ് അടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ ഈ പ്രസ്ഥാനം, അതായത് പ്രൈവറ്റ് മേഖല, തൊഴിൽ മേഖല, ഈ ബസ് മേഖല മുന്നോട്ട് പോകുകയുള്ളൂ. നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. എത്ര നാളായി ഈ രംഗത്ത്? 2 കൊല്ലമായി. 2 കൊല്ലമായി. ഈ ഒരു മേഖലയില് സ്ത്രീകളാണോ കൂടുതലായിട്ട് യാത്രക്കാർ നിങ്ങളെ? അതെ. അപ്പൊ പുതിയൊരു നയമൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇതിനെ നോക്കി കാണുന്നു? ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയത്തില്ല. കിട്ടിയ സ്ത്രീകൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ്. പ്രൈവറ്റ് ബസ്സുകൾക്ക് അതൊരു ചോദ്യചിഹ്നം. ഏത് റൂട്ടിലാ? നമ്മള് മംഗലം കടപ്പ. അപ്പൊ കൂടുതലായിട്ട് ആ ഭാഗത്തു നിന്ന് സ്ത്രീകൾ യാത്ര ചെയ്യുന്ന റൂട്ടുകൾ തന്നെയാണ്. ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നല്ല രീതിയിൽ നമ്മളെ പ്രൈവറ്റ് ബസ്സുകാരെ നല്ല രീതിയിൽ പ്രശ്നമാവും. ഈ പൊതുവായി നിങ്ങളെ ജീവനക്കാരടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് കൂടുതലായിട്ട് പ്രവൃത്തിബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്രൈവറ്റ് ബസ് മേഖല നിശ്ചലമായി തീരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ എന്നാ ശീലജനൊക്കെ പണിയൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലേ? എങ്ങനെ നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും. എങ്ങനെ നോക്കുന്നു ചേട്ടാ? എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ആകെ യാത്ര ചെയ്യുന്ന ലേഡീസാണ്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അവർ എല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ പുരുഷന്മാർ കുറവാണല്ലോ നിലവിൽ. എന്ന് വെച്ചാൽ അവർ ബൈക്കിലും കാര്യങ്ങളൊക്കെ പോകണം. ലേഡീസിൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ പോണത്. ഒന്നാമതിപ്പോൾ CNG വില കൂടി, ഡീസൽ വില കൂടി, കൊണ്ടടക്കാനുള്ള ഒരു മുതലാളിമാർക്കൊരു ഇതില്ലാണ്ടായി. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോണത്. വിദ്യാർത്ഥികളെ കൊണ്ട് പോകേണ്ടി വരും ബസ്സൊക്കെ. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ലേഡീസിന് ഫ്രീ ആണെങ്കിൽ ഒക്കെ അവരേൽ കയറി പോകും. നമ്മുടെ വണ്ടിനെ ആശ്രയിക്കുന്നത് ലേഡീസാണ്. ആണുങ്ങൾ അപൂർവമാണ്. പൊതുവെ ആർക്കും പണിയില്ല.
ഡീസലിന്റെ വില എങ്ങനെ? ഞങ്ങളൊക്കെ പാവപ്പെട്ട തൊഴിലാളികളും അതേമാതിരി മുതലാളിമാർക്ക് ഇത് വില എത്ര നാളായി ഈ രംഗത്ത്? ആ ഒരു 20 കൊല്ലമായിട്ടുണ്ട്. മറ്റൊരു തൊഴിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ 10-20 കൊല്ലമായിട്ട് ഈ പണി തന്നെയാണ്. കാലത്ത് എനിക്ക് വരുന്നു ഇതന്നെ. ഇപ്പൊ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ ശമ്പളം ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം ആകുമ്പോൾ ഈ ഡീസലിന് 104 രൂപ കൊടുത്തിട്ട് നമുക്ക് ശമ്പളം ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലെ പോകണം. ഇപ്പൊ ഈ ആൾക്കാർക്ക് യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടോ? വളരെയധികം കുറവാ. ഒന്നാമത്തെ ഈ മഴയ്ക്ക് തുടങ്ങിയപ്പോൾ വളരെയധികം കുറവാ. ഇനിയിപ്പോ വിദ്യാർത്ഥികളെ കൊണ്ടുപോകേണ്ടി വരും പ്രൈവറ്റ് ബസ്. അങ്ങനെയാകുമ്പോൾ കയറ്റിയിടുമ്പോൾ മുതലാളിമാരോ സ്വാഭാവികമായിട്ട് അവർ വണ്ടി കയറ്റിയിടും. കാരണം അവർക്ക് തോന്നിയിട്ട് ഒരു കാര്യമില്ല, ടാക്സ് അടിക്കണം, ഡീസൽ അടിച്ച് ഈ ടയറും ഓയിലും ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ ഇവിടുന്ന് പോണത്. അങ്ങനത്തെ അവസ്ഥയിൽ പിന്നെ ഓടിയിട്ട് എന്താ കാര്യം? ടോളുണ്ട്. നമുക്ക് പിന്നെ ടോള് ബാധകമല്ല ബീച്ചിക്ക് ഓടുന്ന കാര്യം കൊണ്ട്. ഈ വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ബസ്സിൽ. ആണുങ്ങൾ പൊതുവെ കൊറോണ കഴിഞ്ഞ പിന്നെ പൊതുവെ എല്ലാവരും 2 വീലർ ആശ്രയിക്കുന്ന ആൾക്കാർ. അത് ഉറപ്പായി 100%. ഇങ്ങനെ ഫ്രീ ആയിട്ട് പോയാൽ 110% വണ്ടികൾ കയറ്റിയിടും. എല്ലാ വണ്ടിയും കയറ്റിയിടും. അങ്ങനത്തെ അവസ്ഥയാണ് എല്ലാ മുതലാളിമാരും. ഒരു മുതലാളിമാരും വലിയ മുതലാളിമാരും ആരുമില്ല. ഒക്കെ ഒരു മീഡിയത്തിൽ അങ്ങോട്ട് പോകുന്നു. ഞങ്ങളുടെ തൊഴിലാളികളും അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അതൊക്കെ നിന്ന് പോകും. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പഠിപ്പ്, ഞങ്ങളുടെ കുടുംബത്തെ ആഹാരം കഴിക്കലും മരുന്ന് മേടിക്കലും ഒക്കെ നിന്ന് പോകും. അങ്ങനെ ദയനീയ അവസ്ഥയിലേക്ക് ഈ പ്രൈവറ്റ് മേഖല നശിച്ചു പോകുന്ന അവസ്ഥയിലാണ്. ചേട്ടാ നമസ്കാരം. ഏത് റൂട്ടിലാ? തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, ഞാലക്കുട, മാള റോഡുകളിൽ വണ്ടികൾ ഓടുന്നു. നിലവിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? ഞങ്ങളുടെ ഏറ്റവും വലിയ ശോചനാവസ്ഥ ഇവിടുത്തെ റോഡുകളാണ്. റോഡുകൾ പണികൾ കഴിയുന്നു, പകുതികൾ ഇട്ട് പോകണു. റോഡിന് വീതി കുറവ്. ഈ ശോചനാവസ്ഥ കാരണം വണ്ടികളുടെ ഡീസൽ വർധനവും കാര്യങ്ങളും വർധനവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ ഡീസലിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡീസലിന്റെ വരുമാനം കൂടുന്നതനുസരിച്ച് ഞങ്ങൾ കളക്ഷൻ മെയിൻ്റനൻസ് ചാർജ് കൂടുന്നു. ഇനിയിപ്പോൾ പുതിയ ട്രാൻസ്പോർട്ടിന്റെ രീതി വരുമ്പോൾ ചിലപ്പോൾ ഉള്ള ആൾക്കാരോട് ഇല്ലാണ്ടാവും. ഈ പ്രസ്ഥാനം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. വലിയ ബുദ്ധിമുട്ടാണ്. ഏത് റൂട്ടിലാണ്? പറവൂര് മുതൽ പാലക്കാട് വരെ ഓടുന്ന വണ്ടികളാണ്. അപ്പോൾ കൂടുതലായിട്ട് KSRTC? അതെ, പറവൂര് മുതൽ പാലക്കാട് വരെയും KSRTC ആണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടുന്ന് ഇവിടുന്ന് മുതൽ പറവൂരിന്ന് കൊടുങ്ങല്ലൂർക്ക് കൊണ്ട് KSRTC, കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർക്കും KSRTC ആണ്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വരെ ഏറ്റവും കൂടുതൽ 10 മിനിറ്റ് കൂടുതൽ KSRTCകളാണ്. അത് ലോക്കലും ഉണ്ട്, TT ഉണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടികൾ സർവീസ് ഇത് ഫ്രീ യാത്രയായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. തീരെ ഡീസൽ അടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരു ലെവലിലേക്ക് പോകും. കാരണം ഇന്ന് ഞാൻ രാവിലത്തെ ചാല് ട്രിപ്പ് എടുത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് 33 പേര് സ്ത്രീകളാണ്. അതിൽ 13-14 പേരുള്ള ആണുങ്ങളായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു 70-75% ആൾക്കാർ മുഴുവൻ സ്ത്രീകളാണ് യാത്ര ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവർ സ്ത്രീകൾക്ക് സൗജന്യമാക്കി കഴിഞ്ഞാൽ ഇവരെങ്ങനെ വന്നു കഴിഞ്ഞാലും ആ വണ്ടികളിൽ കയറിപ്പോവുള്ളൂ. ഇപ്പോൾ KSRTC ഇല്ലാത്തത് പോവാത്ത റൂട്ട് എന്ന് പറയാനുള്ളത് ആലത്തൂർ മാത്രമാണ് പോകാത്തുള്ളത്. പക്ഷേ ഈ ആലത്തൂരിന് ഇപ്പുറം, അതായത് 53 രൂപയാണ് തൃശ്ശൂരിൽ നിന്ന് ആലത്തൂർക്ക് 53 രൂപയാണ് പോയിന്റ്. അവർ 50 രൂപയുടെ പോയിന്റിലേക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്തിട്ട് മിനിമം ടിക്കറ്റിലേക്ക് വന്നിട്ട് നമ്മുടെ വണ്ടികളിൽ കയറും. അപ്പോൾ ഈ 10 രൂപ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസത്തിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും ചുരുങ്ങിയത് ഒരു 4000 രൂപ 5000 രൂപ വരെ കളക്ഷനിൽ ഡിമ്മാവാനുള്ള. നിങ്ങളെ സംബന്ധിച്ച് ഇത്ര ദീർഘദൂരമായതുകൊണ്ട് ടോൾ അടയ്ക്കേണ്ട ആവശ്യകത ഇവിടെ ഉണ്ട്. പന്നിയങ്കര, വടക്കഞ്ചേരി പന്നിയങ്കരയിൽ 1100-1150 രൂപയാണ് ഒരു ദിവസം ടോൾ അടയ്ക്കുന്നത്. അത് 4 ചാരി വണ്ടിക്കാണ് 1150 വരുന്നത്. 6 ചാരി വണ്ടിക്ക് 1600 മുകളിൽ വരും. അപ്പോൾ ഇതും അടച്ച് ഡീസലും അടിച്ചിട്ട് ഒരു കാരണവശാലും സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിൻ്റെതായ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ തന്നാൽ മാത്രം ഇത് കൊണ്ടു നടക്കാൻ പറ്റും. ഈ ഒരു മേഖല നിശ്ചലമാകും. നിശ്ചലം ഉറപ്പാണ്. ഒന്നും കിട്ടത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കാനായാലും ഇൻഷുറൻസ് അടയ്ക്കാനായാലും അവരെ കൊണ്ട് സാധിക്കത്തില്ല. ഇൻഷുറൻസ് അടയ്ക്കാനുള്ള പൈസ പോലും കിട്ടത്തില്ല. അപ്പം ഞങ്ങൾക്ക് ശമ്പളം പോലും എടുക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഉള്ള ആൾക്കാരുള്ള കാരണം അതും കൂടെ കിട്ടത്തില്ല. കാരണം ഡീസൽ അടിക്കാനുള്ള ഒരു മാർഗവും കിട്ടില്ല. ഡീസൽ അടിക്കാൻ പൈസ തികയത്തില്ല. അപ്പോഴാണോ ഇനിയിപ്പോൾ ടോൾ അടയ്ക്കാനും ശമ്പളം എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ജീവനക്കാരുണ്ട്. ജീവനക്കാരുടെ ഞങ്ങൾക്ക് നാളെ പണിയെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകും. ഒരു കാരണവശാലും എങ്ങനെ വന്നാലും ഇത് നഷ്ടത്തിലാവുള്ളൂ. ഈ റേഞ്ച് പോവുകയാണെങ്കിൽ എന്തായാലും നഷ്ടത്തിലാവും. അപ്പോൾ പിന്നെ ഓണർമാരെ സംബന്ധിച്ച് അത് വണ്ടി കയറ്റിടേണ്ടി വരും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതില്ലാണ്ടാവും, ജോലി ഇല്ലാണ്ടാവും. ഞാനിപ്പോൾ 10-20 വർഷത്തോളമായിട്ട് പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ വണ്ടി നിന്ന് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പെട്ടെന്നൊരു പുതിയൊരു മേഖലയിലേക്ക് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഓഫറുകൾ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഓഫറുകൾ വേണമെന്നാണ് പറയാനുള്ളത്. ഞാൻ
പണി പഠിച്ചത് KK ആയിരുന്നു. KK തന്നെ കണ്ടക്ടറായി അതിൽ തന്നെ പണി ഒരുപാട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്രസ്ഥാനം ഇപ്പോൾ ഈ നിലയ്ക്ക് ഈ ലേഡീസ് ഇത് ഫ്രീ ആയിക്കൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മേഖല പൂർണ്ണമായിട്ടും അത് നിൽക്കാനുള്ള സാധ്യതയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പോലുള്ള ആളുകൾ വേറൊരു തൊഴിൽ ഇനി കണ്ടെത്തേണ്ടി വരും എന്നാണ് ഇപ്പോൾ അത് തീരുമാനം ഉണ്ടാകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ടോള് കൊടുത്തിട്ടും അതിൻ്റെ ഒരു വിഹിതം മറ്റേ എന്താ പറയാ പൈസ കൊടുത്തിട്ട് അത് പോവാണ്. ടോള് കൊടുത്ത മറ്റേ ബാലൻസ് എന്നാണല്ലോ ടോളടക്കം പോകുന്നത്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പോഴും ഒന്നാമത് യാത്ര വളരെ കുറവായിട്ടാണ്, യാത്രക്കാർ കുറവാണ്. ലയം വളരെ മോശമായിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എങ്ങനെയാണ്? നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിങ്കളാഴ്ച മുതലാണല്ലോ തുടക്കം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓടിയിട്ട് ഒന്നുമില്ല, ബാലൻസ് ഇല്ല. ഇനിയിപ്പോൾ ഇതും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ആ വണ്ടീനെ കാത്തു നിൽക്കും. അപ്പോൾ നമ്മുടെ മലയാളിക്കാർക്കും ഉണ്ടായാലും തൃശ്ശൂർ പാലക്കാട് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള ആദ്യം ഞങ്ങൾക്കാണ് കൂടുതൽ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും കാലത്ത് വരുന്ന വണ്ടികൾക്കൊക്കെ അവിടെ നിന്ന് വടക്കഞ്ചേരിന്ന് വരുമ്പോൾ കാറ്ററിംഗുകാരും നിറയെ ആൾക്കാർ ഈ വണ്ടി കാത്തു നിൽക്കും. അവർ കമ്മി പൈസ കൊടുക്കും. ഇപ്പം ഇനിയിപ്പോൾ ഇതും കൂടി ഓടാൻ തുടങ്ങിയാൽ തീരെ ഒന്നും ഉണ്ടല്ലോ. അതിനൊക്കെ വേണ്ടി കാത്തിരിക്കും. അപ്പം നമ്മുടെ വണ്ടികളൊക്കെ കാര്യം വരിക നിലവിലിപ്പോൾ ഒരു പ്രതിസന്ധിയാവും. നിലവിൽ സൗജന്യ യാത്രയാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? നല്ല കാര്യമല്ലേ സ്ത്രീ എന്നുള്ള ലെവലില് ഞാൻ പറയുന്നത്. എനിക്ക് നാളെ തൊട്ടല്ലേ പറഞ്ഞേക്കുന്നത്, 15-ാം തീയതി തൊട്ട് നാളെ KSRTC ബസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂർ ജോലിക്ക് വരുന്നതാണ്. അണ്ണിനെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. എനിക്ക് വരണമെന്ന് തന്നെയാണ് പറയുന്നത്. അത്തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൈവറ്റ് ബസ് മേഖലയെ വലിയ തോതിൽ ബാധിക്കില്ല. ഇത്രയും നാളും പ്രൈവറ്റ് ബസ് മേഖലയിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരിയായിരുന്നു മേഡം. സ്വാഭാവികമായിട്ട് ഇനി KSRTCയിലെ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ ആ KSRTCനെ ആശ്രയിക്കാൻ തയ്യാറാവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെ ചിന്തിക്കുന്ന 10 പേരുണ്ടെങ്കിൽ ആ 10 യാത്രക്കാർ ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ആ ഒരു മേഖല നിശ്ചലമാവില്ലേ? തീർച്ചയായും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC ബസ് വേണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ പ്രൈവറ്റ് ബസ്സുകാര് സ്റ്റാൻഡിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ ആ ബസ്സുകാരില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജോലി അതിനെ ബാധിക്കും. ശരിക്കും ഇത് യഥാർത്ഥത്തിൽ ഒരു പുനഃപരിശോധന നടത്തി അർഹരായവർക്ക് കൊടുക്കേണ്ട കാര്യമായിരുന്നു. അതെ, എത്തരത്തിലുള്ള ആളുകളെയാണ് നോക്കിക്കാണുന്നത്? കാര്യം എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് പറയുന്ന കാര്യം തീരെ സാലറി കുറവുള്ള ആൾക്കാരായ കണ്ടെടുക്കുക. പിന്നെ നമുക്ക് ദിവസം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോഴത്തെ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി പൈസയും ചെലവിനും ജോലി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി കടം മേടിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോ അവർക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയൊക്കെ എടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അത്തരം ആളുകളിലേക്ക് ചുരുങ്ങണമായിരുന്നു. അത്ര ആൾക്കാർക്ക് ചുരുങ്ങണമായിരുന്നു. ഇത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും കൂടെ ആവുമ്പോ പ്രൈവറ്റ് ബസ്സുകാർക്കും വണ്ടി ഓട്ടോ ഉണ്ടാവാണ്ട് വരും. പക്ഷെ നമ്മൾക്കും അതും വേണം ഇതും വേണം. ഞങ്ങളുടെ ജോലിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സുകാരും വേണം. KSRTCയിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ കടം മേടിച്ച വരിക, സാലറി ഇല്ലാത്ത ദിവസമുണ്ട്. അപ്പോൾ അതിനെ ഞങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. എന്നാലും തീരെ വരുമാനം ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു വിഷയം ഇന്നത്തെ ഒരു അധ്യായത്തോടു കൂടി അവസാനിക്കുന്നില്ല. അത്ര രൂക്ഷമായ ഒരു വിഷയം ഞങ്ങൾ അർഹമായ ഒരു പ്രാധാന്യത്തോടുകൂടി തന്നെ എടുക്കുകയാണ്. നാളെ ഇതേ സമയം ഇതേ നേരം ഇതേ വിഷയമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നാളെ കാണാം ഇതേ വിഷയവുമായി. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിച്ചത് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ എല്ലായിടത്തും. ഹെഡ് ഓഫീസ് വെസ്റ്റ്ഫോർഡ് റോഡ്, പൂങ്കുന്നം, തൃശൂർ. ട്രിനിറ്റി ഗോൾഡ്, കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി. തൃശൂർ, പാലക്കാട്, കൊച്ചി. ഇത് ലതിക പീസ് ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ.